ഹലോ, ഇത് ഞങ്ങളുടെ സെക്കൻഡ് ചാനലാണ്. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. ഞാൻ ചാനൽ കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റഡിയുടെ കാര്യങ്ങളൊക്കെ ഇതിലായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. അതിൽ ചെയ്യാത്ത പല കാര്യങ്ങളും ഇതിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇതെൻ്റെ ബോട്ടണി പ്രാക്ടിക്കൽ റെക്കോർഡാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവുമല്ലോ. ബോട്ടണി മിസ് ഞങ്ങളടുത്ത് പെൻസിലാണ് എഴുതാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ വെക്കേഷന് റെക്കോർഡ് കിട്ടിയെങ്കിൽ നിങ്ങളുടെ ഭാഗ്യമാണ്. ഇപ്പം തന്നെ വരച്ച് കംപ്ലീറ്റ് ചെയ്തോളൂ. കാരണം ഞങ്ങൾക്കൊക്കെ സ്കൂൾ തുറന്ന് കുറേ കഴിഞ്ഞിട്ടാണ് കിട്ടിയത്. അപ്പം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഗൈസ്. നമുക്ക് പഠിക്കാനുണ്ടാകും, അസൈൻമെൻറ്റ് ഉണ്ടാകും, വേറെ ഹോംവർക്ക് ഉണ്ടാകും. അതിൻ്റെ ഇടയിൽ നിന്നൊക്കെ ഇത് ചെയ്യാന്നുള്ളത് നല്ല ബുദ്ധിമുട്ടാണ്. നല്ല പെൻഡിങ് ആകും, മടി വന്നു പോകും നമുക്ക്. അപ്പോൾ അതുകൊണ്ട് ഒന്നെങ്കിൽ നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയെങ്കിൽ ഇപ്പം തന്നെ വരച്ച് തീർക്കുക. ബോട്ടണി, സുവോളജി അത് രണ്ടുമാണ് വരയ്ക്കാൻ തരിക. പിന്നെ അതല്ല എങ്കിൽ നിങ്ങൾക്ക് സ്കൂൾ തുറന്നിട്ടാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ ഓണം വെക്കേഷന് മാക്സിമം തീർക്കാൻ നോക്കണം. അല്ലെങ്കിൽ അവസാനമാകുമ്പോൾ എക്സാമിന് ടൈമിൽ പെൻഡിങ് ആയാൽ നമുക്ക് പഠിക്കാൻ ടൈം ഉണ്ടാകില്ല. പിന്നെ ഒരു കാര്യം, വരയ്ക്കുമ്പോൾ നിങ്ങൾ ഭയങ്കര ഭംഗിയിലൊന്നും വരയ്ക്കണമെന്നില്ല. നിങ്ങൾക്കറിയാമല്ലോ, ബോട്ടണിക്ക് 2 മാർക്കും സുവോളജിക്ക് 2 മാർക്കുമാണ് റെക്കോർഡിനാകെ. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ഭംഗിയാക്കിയില്ലെങ്കിലും മാർക്ക് കുറയ്ക്കുക അങ്ങനെ ഒന്നുമില്ല. പിന്നെ നിങ്ങൾ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ അതൊക്കെ നിങ്ങൾക്കറിയാമല്ലോ, പേപ്പറൊക്കെ വെച്ച് വരച്ചോളൂ. ഭയങ്കര ഇങ്ങോട്ടൊക്കെ ആകുന്നുണ്ട്. പിന്നെ അത് ബുദ്ധിമുട്ടാണ്. പിന്നെ വലുതാക്കിയിട്ട് തന്നെ വരച്ചോളൂ ഗൈസ്. അപ്പോൾ പിന്നെ കാണാനും ഭംഗിയായിരിക്കും, നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടും ആവില്ല. ചെറുതാക്കി വരയ്ക്കുമ്പം നല്ല പാടാണ് വരയ്ക്കാനായിട്ട്. പിന്നെ നിങ്ങൾക്കറിയാലോ, +2 നമുക്ക് ബോട്ടണി, സുവോളജി മാത്രമല്ല പ്രാക്ടിക്കൽ റെക്കോർഡ്. മാത്സിനുണ്ട്, ഫിസിക്സിനുണ്ട്, കെമിസ്ട്രിക്കുണ്ട്, കമ്പ്യൂട്ടർ സയൻസുകാർക്ക് പിന്നെ ഇത് രണ്ടും ഇല്ല, ഏതെങ്കിലും ഒരെണ്ണമാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് സ്കൂൾ തുറന്നതിന് ശേഷം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഈ വരയ്ക്കുന്ന പരിപാടി ഇപ്പം തന്നെ ചെയ്തോളൂ, അല്ലെങ്കിൽ മാക്സിമം സ്പീഡിൽ ചെയ്തോളൂ എന്ന് ഞാൻ പറഞ്ഞത്. പിന്നെ നിങ്ങൾക്ക് സുവോളജിയിലാണെങ്കിൽ അതൊക്കെ ഞാൻ വീഡിയോ ചെയ്യാം. സുവോളജിയിൽ ഞങ്ങളുടെ അടുത്ത് മിസ്സ് പെന്നിൽ എഴുതാനായിരുന്നു പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ടീച്ചേഴ്സിന് പല പല തരത്തിലായിരിക്കും അഭിപ്രായങ്ങൾ. നിങ്ങളുടെ ടീച്ചറോട് ചോദിച്ചിട്ട് തന്നെ ചെയ്തോളൂ. കാരണം ഓരോരുത്തർക്കും ഓരോ തരത്തിലാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് BT കോട്ടൻ്റെ ഒരു സംഭവം ഉണ്ട്, അത് നമ്മൾ പ്രിൻ്റ് എടുത്ത് ഒട്ടിക്കാനുള്ളതാണ്. പിന്നെ പ്ലാൻ ഫിസിയോളജി ഉണ്ട്, എക്സ്പെരിമെൻറ്റ്സ് ആണ്, അത് കുറേ എഴുതാനുണ്ട്. അപ്പോൾ അത് മാത്രം മിസ്സ് ഞങ്ങളുടെ അടുത്ത് പെന്നിൽ ചെയ്യാനാണ് പറഞ്ഞത്. പ്ലാന്റ് അനാട്ടമി വരുമ്പം നല്ല പാടുണ്ട് ഗൈസ്. ഇങ്ങനെ കുറേ സർക്കിൾ ഇങ്ങനെ വരയ്ക്കാനൊക്കെ ഉണ്ട്. പക്ഷേ അതൊക്കെ നമുക്ക് സ്പീഡിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. കുറേ ഭംഗിയാക്കണമെന്നില്ല. ഞാൻ അങ്ങനെയൊന്നും വലിയ ഭംഗിയാക്കിയിട്ടൊന്നുമില്ല. പിന്നെ നമുക്കൊരു മാനുവൽ തരും, ബോട്ടണിക്ക് തരും, സുവോളജിക്ക് തരും. അത് നോക്കിയിട്ടാണ് നമ്മൾ വരയ്ക്കേണ്ടത്, എഴുതേണ്ടതൊക്കെ. അപ്പോൾ നിങ്ങളുടെ ടീച്ചറോട് ഒന്ന് ചോദിച്ചോളൂ. ശരിക്കും പറഞ്ഞാൽ അതിലുള്ള എക്സാക്റ്റ് രീതിയിൽ വരയ്ക്കണം എന്നാണ് ഞങ്ങളുടെ അടുത്ത് മിസ്സ് പറഞ്ഞതെങ്കിലും എൻ്റേത് നോക്കിയിട്ട് അതേപോലെ ചെയ്യല്ലേ കേട്ടോ. ഞങ്ങളുടെ അടുത്ത് കുറേ മാറ്റങ്ങൾ മിസ്സ് ആ മാനുവലിൽ നിന്നും അല്ലാത്ത പറഞ്ഞെന്നായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ മിസ്സിൻ്റെ അടുത്ത് ഇതൊരു മോഡലായിട്ട് ഞാൻ ഇടുന്നതാണ്, ഇങ്ങനെയാണ് സംഭവം എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾ ഫസ്റ്റ് തന്നെ ഞങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു, ഞങ്ങൾക്ക് അറിയത്തേ ഇല്ലായിരുന്നു. ഇപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. ഇത് വെച്ച് നിങ്ങളുടെ സ്കൂളിൽ എങ്ങനെയാണോ അങ്ങനെ നിങ്ങൾ ചെയ്താൽ മതി. എൻ്റെ ഈ ബുക്ക് തന്നെ ആയിരിക്കില്ല, നിങ്ങളുടെ സ്കൂളിൽ വേറെ തന്നെ ഒരു ബുക്ക് നിങ്ങൾക്ക് കയ്യിൽ തരും. അതിലാണ് നമ്മൾ വരയ്ക്കേണ്ടത്. അപ്പോൾ അതിലെങ്ങനെ ഒരു പേജ് വിട്ടാണോ വരയ്ക്കേണ്ടത്, പിന്നെ ഞാൻ ഹെഡിങ്ങിനൊക്കെ ഇവിടെ സ്പെഷ്യൽ പേജ് എടുത്ത് കണ്ടില്ല, അതൊക്കെ ഞങ്ങൾ ചോദിച്ചാണ്. 100 കൂട്ടം സംശയങ്ങൾ ആദ്യം ഉണ്ടായിരുന്നു. അതൊക്കെ ചോദിച്ച് വരച്ചാൽ മതി. പിന്നെ മിസ്സ് കുറച്ച് വരച്ച് കഴിയുമ്പം കൊണ്ട് കാണിക്കാനൊക്കെ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യാനുള്ളതുകൊണ്ട് നിങ്ങൾ പെൻഡിങ് ആക്കാതെ ആദ്യമേ ചെയ്യാം. ഞങ്ങളുടെ ക്ലാസ്സിൽ കുറേ പേരൊക്കെ അവസാനം ജനുവരി ലാസ്റ്റ് വരെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ചെയ്യുക. അപ്പോൾ ഞാൻ ബാക്കിയുള്ള റെക്കോർഡ് ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ഇഷ്ടമായ എന്തായാലും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അടുത്തുള്ള +2 ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ബൈ.